നമുക്കിവിടെ ഒരു ഡെഫിനേഷൻ, ഒരു തിയറം, ഒരു കൊറോളറി, ഇതാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ ഡെഫിനേഷൻ നോക്കാം. ഡെഫിനേഷൻ ഡിഫിയോമോർഫിസത്തിൻ്റെ ആണ്. വാട്ട് ഈസ് ഡിഫിയോമോർഫിസം എന്ന് പറയുന്നതാണ് ഡെഫിനേഷൻ. ഡിഫിയോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് മാപ്പ് അതിൻ്റെ ഇൻവേഴ്സും സ്മൂത്ത് ആണെങ്കിൽ അത്തരം മാപ്പുകളെയാണ് നമ്മൾ ഡിഫിയോമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. A smooth map F with a smooth inverse is called a diffeomorphism. Thus, for example, the local parameterization phi from U to S constructed in the proof of theorem 1 is a diffeomorphism from the open set U belongs to Rn plus 1 on to the open set V intersection S about P in S. അതായത് ഞാനിവിടെ എടുക്കുന്നത് തിയറം 4 ആണ്. അപ്പോൾ തിയറം 1ൻ്റെ പ്രൂഫിൽ അവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഫൈ ഉണ്ട്. ആ ഫൈ എന്ന് പറയുന്നത് U to S ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് U ബിലോങ്സ് ടു Rn plus 1 എന്നിട്ട് പോകുന്നത് V ഇൻ്റർസെക്ഷൻ S എബൌട്ട് P ഇൻ S ആണ്. അത്തരം മാപ്പുകളാണ് ഫൈനെയാണ് നമ്മൾ ഡിഫിയോമോർഫിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിയറം നോക്കാം. തിയറം ഫോർ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം ഫോർ Rn സർഫസസ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എസ് ആൻഡ് എസ് ബാർ ബി എൻ സർഫസ്. ലെറ്റ് സൈ ഫ്രം എസ് ടു എസ് ബാർ ബി എ സ്മൂത്ത് മാപ്പ് ആൻഡ് സപ്പോസ് പി ബിലോങ്സ് ടു എസ് ഈ സച്ച് ദാറ്റ് ഡി ഫൈ പി ഫ്രം എസ് പി ടു എസ് ഫൈ പി ബാർ ഈസ് നോൺ സിംഗുലർ. Then there exists an open set V about P in S and an open set W about phi P in S bar such that psi at V is a diffeomorphism from V on to W. അതായത് മാപ്പിംഗ് നോൺ സിംഗുലർ ആവണം. നോൺ സിംഗുലർ ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പൺ സെറ്റ് V ഉണ്ടായിരിക്കും എബൌട്ട് P ഇൻ എസ് ആൻഡ് V മാത്രമല്ല രണ്ടെണ്ണമുണ്ട്, W ഉണ്ടായിരിക്കും about psi of P in S bar such that psi at V is a diffeomorphism from V into W. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിൽ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. ഇത് കാണിച്ചില്ല അല്ലേ, ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. അതായത് അപ്പോൾ അത് നമ്മൾ സൈ 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാപ്പിംഗ് എടുക്കുക. ഫ്രം U1 ടു എസും സൈ 2 ഫ്രം U2 ടു എസ് കൊടുക്കുക. ഇതൊക്കെ 1 ലോക്കൽ പാരാമീറ്ററൈസേഷൻ ഓഫ് എസ് ആൻഡ് എസ് ബാർ ആണ്. വിത്ത് P ബിലോങ്സ് ടു സൈ 1 ഓഫ് U1 ആൻഡ് സൈ ഓഫ് P ബിലോങ്സ് ടു സൈ 2 ഓഫ് U2 കൺസ്ട്രക്റ്റഡ് ആസ് ഇൻ ദ തിയറം 1. അതായത് തിയറം 1ൻ്റെ പ്രൂഫിൽ കൺസ്ട്രക്ട് ചെയ്ത പോലത്തെ അതേ സെയിം കൺസ്ട്രക്ഷനാണ് നമ്മൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. ഇനി സൈ 2 ഇൻവേഴ്സ് കോമ്പോസിഷൻ സൈ കോമ്പോസിഷൻ സൈ 1 ഈസ് എൻ FN ഈസ് എ ഫങ്ഷൻ ഫ്രം U1 ടു U2 ഇൻ സ്മൂത്ത്. അപ്പോൾ ഈ പറഞ്ഞ കോമ്പോസിഷൻ, അതായത് സൈ 2 ഇൻവേഴ്സ് കോമ്പോസിഷൻ സൈ കോമ്പോസിഷൻ സൈ 1 എന്ന് പറയുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് U1 ടു U2 സ്മൂത്ത് ആണേനും ആൻഡ് ഡി ഓഫ് സൈ 2 ഇൻവേഴ്സ് കോമ്പോസിഷൻ സൈ കോമ്പോസിഷൻ സൈ 1 ഓഫ് സൈ 1 ഇൻവേഴ്സ് ഓഫ് P എന്ന് പറയുന്നത് എന്താ ഈക്വൽ ടു ഡി ഓഫ് സൈ 2 ഇൻവേഴ്സ് ഓഫ് സൈ ഓഫ് P കോമ്പോസിഷൻ ഡി ഓഫ് സൈ of psi 1 of P composition d psi 1 of psi 1 inverse of P. ഈ മാപ്പ് എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണ്. നമുക്ക് നോൺ സിംഗുലർ ആയിട്ട് കിട്ടി. ഡി സൈ എഫ് പി എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആയിട്ട് കിട്ടി. ആൻഡ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇനി ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് എന്ത് പറയാം. There exists an open set V1 contained in U1 containing psi 1 inverse of P such that psi 2 inverse composition psi psi 1 at V1 എന്ന് പറയുന്നത് ഒരു ഡിഫിയോമോർഫിസം ആയിരിക്കും. ഫ്രം V1 on to an open set W1 contained in U2 containing psi 2 inverse composition psi of P. അപ്പോൾ അതൊരു ഡിഫിയോമോർഫിസം ആയിരിക്കും ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം.
ഏത് സൈറ്റ് ഇൻവേഴ്സ് കോമ്പോസിഷൻ സൈ കോമ്പോസിഷൻ psi1 at V എന്ന് പറയുന്നത്. Set V is equal to psi1 of V1 and W is equal to psi2 of W1. Then psi at V is equal to psi2 composition, psi2 inverse composition, psi composition, psi1 of psi1 inverse at V is a diffeomorphism from V to W. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൂഫ്. ഇനി അതിൻ്റെ കൊറോളറി നോക്കാം. കൊറോളറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എസ് ബി എ കോമ്പാക്റ്റ് കണക്റ്റഡ് ഓറിയൻറ്റഡ് എൻ സർഫസ് ഇൻ Rn+1 whose Gauss-Kronecker curvature is nowhere 0, then the Gauss map n from S to Sn is a diffeomorphism. ഒരു കോമ്പാക്റ്റ് കണക്റ്റഡ് ഓറിയൻറ്റഡ് എൻ സർഫസ് ഉണ്ട്, അതിൻ്റെ Gauss-Kronecker കർവേച്ചർ നോവർ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഗോസ് മാപ്പ് എൻ ഫ്രം എസ് ടു എസ് എൻ എന്ന് പറയുന്നത് ഡിഫ്യൂമോർഫിസം ആയിരിക്കും. അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. Given that S is a compact connected oriented n surface in Rn+1 whose Gauss curvature is nowhere 0. അത് ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. കോമ്പാക്റ്റ് ആണ്, കണക്റ്റഡ് ഓറിയൻറ്റഡ് ആണ്, എൻ സർഫസ് ആണ്, ഗോസ് കർവേച്ചർ നോവർ 0 ആണ്. അങ്ങനെയാവുമ്പോൾ ദ ഗോസ് മാപ്പ് എൻ ഫ്രം എസ് എന്ന് പറയുന്നത് 1 1ഉം 1 2 ആയിരിക്കും. ആൻഡ് എസ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി കോൺവെക്സും ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാം? സോ വി നീഡ് ഓൺലി ടു ചെക്ക് ദാറ്റ് എൻ ഇൻവേഴ്സ് ഈ സ്മൂത്ത്. അപ്പോൾ അങ്ങോട്ട്, അതായത് എൻ സ്മൂത്താണ് കിട്ടി. ഇനി എൻ ഇൻവേഴ്സും സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ ഡിഫ്യൂമോർഫിസം ആകും ഡെഫിനിഷൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അത് എൻ ഇൻവേഴ്സ് സ്മൂത്ത് ആണെന്ന് നോക്കാം. ബട്ട് ഫോർ ഈച്ച് പി ബിലോങ്സ് ടു എസ് ആൻഡ് വി ബിലോങ്സ് ടു എസ് പി, ഡി എൻ ഓഫ് വി ഹാസ് സം വെക്റ്റർ part as del Vn, അതായത് del Vn is equal to minus LPV implies LPV not equal to 0 implies del Vn not equal to 0, അതായത് del Vn is equal to minus LPV ആണെന്നറിയാം. ഇനി LPV not equal to 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും del Vn not equal to 0 ആയിരിക്കും for every V not equal to 0. ഇതെന്ത് ഇംപ്ലൈ ചെയ്യുന്നു? ഡി എൻ ഓഫ് വി നോട്ട് ഈക്വൽ ടു 0 ഫോർ വി നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡി എൻ നോൺ സിംഗുലർ ആണെന്ന് കിട്ടും. അപ്പോൾ നോൺ സിംഗുലർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താ ബാക്കി മറ്റേ തിയറം 4ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എൻ ഇസ് എ ഡിഫ്യൂമോർഫിസം എന്ന്. കാരണം അവിടെ പറയുന്നത് ഒരു ഇത് നോൺ സിംഗുലർ ആയിക്കഴിഞ്ഞാൽ എന്തായി, അവിടെ ഒരു ഓപ്പൺ സെറ്റ് വി എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ഒരു ഓപ്പൺ സെറ്റ് ഡബ്ല്യു ഉണ്ടായിരിക്കും. പിന്നെ അവിടുത്തെ മാപ്പിങ് അവിടെ ഒരു ഡിഫ്യൂമോർഫിക് മാപ്പിങ്ങും ഉണ്ടായിരിക്കും ഫ്രം വി ഇൻ ടു ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ നോൺ സിംഗുലർ ആയിക്കഴിഞ്ഞാലാണ് അവിടെ ഓപ്പൺ സെറ്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓപ്പൺ ഡിഫ്യൂമോർഫിസം ആണെന്ന് പറയാൻ നമുക്കവിടെ നോൺ സിംഗുലർ ആണെന്ന് കിട്ടി. ഹെൻസ് ദി പ്രൂഫ്.